എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നൊരു ഇടക്കിടക്ക് ഒന്നൊന്ന് കണ്ടുപോകുക. കൂടുതലായിരിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരിയായ ഷാജിദ ഷാജിയുടെ ഒരു നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പ്രശ്നം ഇതിലിങ്ങനെ പോവുകയാണ്. ആ പ്രശ്നത്തെ എടുത്തിട്ട് ഇങ്ങനെ എൻ്റെ നേരെ വള നെഞ്ചത്തട്ട് കയറ എന്ന് പറഞ്ഞ് എടുത്ത് വെക്കുന്ന ഒരു പ്രകൃതമാണ് പുള്ളിക്കാരിയുടെ. പുള്ളിക്കാരി കണ്ടന്റ് ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടന്റോട് കണ്ടന്റാണ്. പുള്ളിക്കാരി ഇപ്പോൾ പുതിയൊരു കണ്ടന്റുമായിട്ട് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതായത് പുള്ളിക്കാരിയുടെ അമ്മയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അമ്മയുമായിട്ടുണ്ടായ ബഹളങ്ങളും അമ്മയുടെ ഷെഡ് ഡാൻസ് പുറത്ത് വിടും എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരി പിന്നീട് ഒരു ലൈവ് വന്നു. ഈ ലൈവ് ചെയ്യുന്നതിനകത്ത് റിയാക്ഷൻ ബ്ലോഗേഴ്സിനൊക്കെ അറിഞ്ഞും പറഞ്ഞ് പുച്ഛിച്ചു. ഞാനും പിന്നെ വിട്ടു. 5 പിള്ളേരെ നോക്കുന്നതല്ലേ നമ്മൾ ചുമ്മാ കോണാസ്റ്റ് ആകണമെന്ന് എഴുതി നമ്മളും വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത ദിവസം ഒരു ലൈവ് വന്നു. ഈ ലൈവിനകത്ത് പുള്ളിക്കാരിയുടെ മക്കൾ പഠിക്കുന്ന യത്തീംഖാനയിൽ കുറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പൽ എല്ലാം ഈ മക്കളോട് അപമര്യാദയായിട്ടാണ് പെരുമാറുന്നത്, ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ആണോ നടക്കുന്നത് എന്നൊക്കെ ഉള്ള വലിയ രീതിയിലുള്ള അലിഗേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരി ഇന്നലെ ഒരു ലൈവ് ഇട്ടു. ഈ ലൈവിനകത്ത് പുള്ളിക്കാരി ആ സ്കൂളിൽ പോയിരുന്ന് കരയുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. പുള്ളിക്കാരി പുറത്ത് പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സ്വന്തം മക്കളെ വരെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള സാധനങ്ങൾ പറയുന്നുണ്ട്. ഷാജിദക്ക് പിന്നെ അതൊന്നും പുത്തിയല്ല, നമുക്ക് ഏതായാലും കേൾക്കാം. ഇതിനകത്ത് പുള്ളിക്കാരി പറയുന്നുണ്ട്, ഞാനിവിടെ ആരുമില്ലാത്ത ആളാണ്, നമ്മളിവിടെ സഹായിക്കാൻ ആരുമില്ല, നിങ്ങൾ സോഷ്യൽ മീഡിയ നിൽക്കുന്നവരെന്നെ സഹായിക്കണം. സോഷ്യൽ മീഡിയ നിൽക്കുന്നവരെ എന്തിനു സഹായിക്കണം? സോഷ്യൽ മീഡിയ നിൽക്കുന്നവരെ പുച്ഛമാണല്ലോ, പിന്നെ എന്തിനാണ് സോഷ്യൽ മീഡിയ ഉള്ളവർ സഹായിക്കുന്നത്? പക്ഷെ ഞാൻ സഹായിക്കും കേട്ടോ, എനിക്കിഷ്ടമാണ്. നിങ്ങൾ കാരണം ഞാൻ മോണിറ്റൈസ് ചെയ്യാം. നമുക്ക് കാണാം. ഞാൻ നാട് മുഴുവൻ ചിറ്റിട്ട് ഈ മക്കൾക്ക് അറിയാം ഞാൻ എത്ര ലക്ഷം രൂപ കടം വീട്ടിൽ കടക്കാർ മുത്തൂറ്റ് ഫൈനാൻസ് എന്തൊക്കെ ഫൈനാൻസ് എടുത്തോളൂ. എന്റെ ജീവിതം ഇങ്ങനെ തൊലച്ചില്ല റബ്ബേ. എനിക്കിതിനൊരു തീരുമാനം കാണും. എന്റെ മോന്റെ ഭാവി എനിക്കിതൊരു തീരുമാനം വേണം. എനിക്ക് ഇവരെടുത്ത് തരണം മാർക്സിസ്റ്റ്, അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. അപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാര്യം മനസ്സിലാകാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്കാരിയുടെ മക്കൾ ഒരു യത്തീംഖാന പഠിക്കുകയാണ്. അവിടെ പുള്ളിക്കാരിയുടെ മക്കൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് പറഞ്ഞു വരുന്നത്. പുള്ളിക്കാരിയുടെ മക്കൾക്ക് ഈ വർഷം മാർക്കുകൾ ക്രമാതീതമായി കുറഞ്ഞു. അപ്പോൾ അവർ മാർക്ക് ഷീറ്റ് കൊടുത്തപ്പോഴത്തേനും എല്ലാത്തിനും A+ഓടെ മികച്ച രീതിയിൽ നിന്ന കുട്ടികളുടെ മാർക്ക് ക്രമാതീതമായി ഇടിഞ്ഞതാണ് ഇവരുടെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ വേർതിരിവ് ഈ പറയുന്ന കോളേജുകാർ സ്കൂളുകാർ കാണിക്കുന്നു. വേർതിരിവ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുള്ള പിള്ളേർക്ക് മറ്റൊരു ട്രീറ്റ്മെന്റ്, മാതാപിതാക്കൾ ഇല്ലാത്ത കുട്ടികൾക്ക് മറ്റൊരു ട്രീറ്റ്മെന്റ്. പിന്നെ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഡിങ്കോൾഫി ഡിങ്കഡുഡോ, ഇതൊക്കെയാണ് പുള്ളിക്കാരി പറയുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, പുള്ളിക്കാരി ഉയർത്തുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഒരുമാതിരി മിക്ക സ്കൂളിൽ നടക്കുന്നതാണ്. ഇത് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയങ്ങളെ കുറിച്ച് തന്നെയാണ് ഇവർ സംസാരിക്കുന്നത്. നമുക്ക് ഏതായാലും അവരുടെ കരച്ചിലും വിഷമങ്ങളും കാണാം. അവരുടെ വിഷമത്തിൽ നമുക്ക് പങ്കുചേരാം, ഈ പറഞ്ഞൊക്കെ സത്യമാണെങ്കിൽ. എന്റെ മക്കളുടെ മാർക്കിൽ എനിക്ക് കിട്ടണം, അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. എന്റെ കുട്ടീന്റെ മാർക്കിൽ അല്ല, എനിക്കിതിലൊരു തീരുമാനം കാണിച്ചോളെ. എന്റെ കുട്ടീന്റെ മാർക്ക് ലിസ്റ്റ്, എന്റെ ചാച്ചുവിന്റെ മാർക്ക് D+, ഫുള്ള് D+, LSS പഠിച്ച് എങ്ങനെയൊക്കെ പഠിപ്പിച്ച് എന്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എന്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എനിക്ക് ജീവിക്കണ്ട. എന്റെ മക്കളുടെ ഭാവിയില്ല. എനിക്ക് ഇവര് ഞാനിനി എങ്ങനെ പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തു? ഇവന് D+, ഫുള്ള് 7, 8, 9, 8, 9, 10 ഇവിടെ 3 കൊല്ലം പഠിപ്പിച്ച് എന്റെ മക്കളുടെ ഭാവിയില്ലാണ്ടാക്കി. ഇതിനകത്ത് ഇതിനിട്ടിരിക്കുന്ന തംബ്നെയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ മക്കൾക്കും എന്തെങ്കിലും സംഭവിച്ച ദറൂനാജാത്ത്, കറക്റ്റ് ആണോ എന്നറിയില്ല കേട്ടോ എൻ്റെ പ്രൊനൗൺസിയേഷൻ, യത്തീംഖാന കമ്മിറ്റിയാണ്. അതായത് ആ പഠിക്കുന്ന സ്കൂളിനെതിരെ വലിയ ആരോപണങ്ങളാണ് ഇവർ നടത്തുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇതിൽ നിന്ന് നമ്മളിപ്പോൾ കേട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അവരുടെ മക്കൾക്ക് മാർക്ക് കുറഞ്ഞതിന്റെ കാരണമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ നമുക്ക് വരാം. അപ്പൊ നമുക്ക് ബാക്കി കേൾക്കാം. ഇവിടെ തന്നെ ഇരിക്കും. കിട്ടും നാളെ വരയ്ക്കും. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടുന്ന് പോവാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ തന്നെയാണ് ഇരുന്നത് ഇല്ലേ? 2 കൊല്ലം ഇവിടെ തന്നെയല്ലേ ഇരുന്നത് സാറേ? വേണ്ട, ഞങ്ങൾ ഇത് നമ്മൾ ഒന്നൊരു കാര്യം ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനത്തെ, പ്രത്യേകിച്ച് മക്കളുടെ കാര്യമാണ്, സെൻസിറ്റീവ് ഇഷ്യൂ ആണ്, കുറച്ചും കൂടെ മെച്ചൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യായിരുന്നു. ആ മക്കൾക്കുള്ള ബോധം ഇവർക്കില്ല. ആ മക്കൾ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, അവർ തരാമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ പ്രശ്നം അവിടെ തീർക്കാൻ പറയുമ്പോഴത്തേനും ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മക്കളോട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉമ്മ ഇത് പ്രശ്നമാകും, ഇത് സംസാരിക്കണ്ട എന്ന് പറയുമ്പോഴത്തേനും പ്രശ്നമാവണം, സംസാരിക്കണം എന്ന് പറഞ്ഞ് പറയാണ്. ഇതിപ്പോ കൂടുതൽ ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഒരു വിരോധം ഉണ്ടാക്കുന്ന സാധനത്തിലേക്കാണ് ഇവര് കാര്യങ്ങളെ വലിച്ചു നീട്ടുന്നത്. നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു മാധ്യമമുണ്ട്, നമ്മളെ കാണാൻ കൂടുതൽ ആളുണ്ടെന്ന് പറഞ്ഞിട്ട്
എല്ലാത്തിനെയും പ്രശ്നമായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് തന്നെ പാമ്പായിട്ട് കുത്തുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയേണ്ട കാര്യങ്ങളുണ്ട്, പറയേണ്ടാത്ത കാര്യങ്ങളുണ്ട്. അത് സോർട്ട് ചെയ്ത് മാക്സിമം സംസാരിക്കാൻ ശ്രമിക്കുക. ഇത് മക്കൾക്കുള്ള പകതിരിവ് പോലും ഇവർക്കില്ലെന്ന് ഓർക്കുമ്പോഴാണ് അതിയായ വിഷമം തോന്നുന്നത്. പിള്ളേർ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതെല്ലാം ഇവരെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിടാണ്. മിക്ക ആൾക്കാരും സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന നെഗറ്റീവ് എടുത്തിട്ട് മറ്റുള്ളവരെ കാണിച്ച് സ്വയമേ പരിഹാസ കഥാപാത്രമാണെന്നാണ് പലർക്കും ഇഷ്ടം. ഇവർക്കും അത് തന്നെയാണ് ഇഷ്ടം. ബാക്കി പറ, പരിഹാസിക്കാം. കുഴപ്പമില്ല, നിങ്ങൾ വേണ്ട, നിങ്ങൾ ആരെങ്കിലും കുഴപ്പമില്ല. ഞങ്ങളില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങളെ ഗേറ്റ് ഇട്ട് പൂട്ടാനും ഇവർ തല്ലാനും എന്നാ ഇവിടുന്ന് ഓടി കൊണ്ട് വരികയും തന്നെ തല്ലാനും ഷമീർ വന്നവന്റെ ഓടി കൊണ്ട് വന്നിട്ട് ഇത്രയും പാരന്റ്സിന്റെ മുന്നിൽ പൊലാടിച്ചെന്ന് വരന്നെ മേടിച്ച എന്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞാൻ രണ്ടാമാരോട് നിഴങ്ങാണ്. എന്നിട്ട് പൈസ ഉണ്ടാക്കാൻ എന്റെ മക്കളെ നോക്കുകയാണെന്ന് പറഞ്ഞുണ്ടാക്കി എനിക്ക് ഇതിനൊരു തീരുമാനം കിട്ടണം. എന്റെ മക്കളുടെ ഭാവി റബ്ബേ എനിക്കിത് അല്ലാ ഇവർ പറയുന്ന പ്രധാന എലിഗേഷൻ ഒന്നെന്ന് പറയുന്നത് ഇവർ ചെന്നപ്പോഴത്തേനും ഇവരെ കണ്ടവന്മാരുടെ കടന്ന് പൈസ ഉണ്ടാക്കുന്ന എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു എന്നുള്ളതാണ്. മക്കളുടെ ഭാവി നശിപ്പിച്ചു എന്നൊക്കെ ഉള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീക്ക് അവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടൊരു ദേഷ്യം ഉണ്ടാവും, ഒരു വിഷമം ഉണ്ടാവും. അതാണ് ഇവരിവിടെ കാണിക്കുന്നത്. പക്ഷേ ഞാനതിനെ പൂർണ്ണമായിട്ടും മീൻസ് അയാളത് പറഞ്ഞത് തെറ്റാണ്. എന്നിരുന്നാൽ പോലും ആ ഒരു മാതൃക കാണിച്ചു കൊടുത്ത് നമ്മളാണ്. സോഷ്യൽ മീഡിയയിൽ റഹൂഫ് മറ്റവെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓളം സൃഷ്ടിച്ചത് നമ്മൾ തന്നെയാണ്. നമ്മളുണ്ടാക്കിയ കാര്യങ്ങളുടെ വരുംവരായികളോട് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ മക്കളുടെ മാർക്ക് D+ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഷാജിദയുടെ മക്കളെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ അക്കാഡമി സെന്ററിലാണ്. മോൻ്റെ പേര് എടുത്തിട്ടുണ്ട്. മോൻ്റെ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല കേട്ടോ. സത്യം പറയാലോ, ഇത്രയും നീറ്റ് ആയിട്ടുള്ള മക്കളെ ഞാൻ ഇത്രയും കാലത്തിനിടയിൽ കണ്ടിട്ടേ ഇല്ല. മാഷാ അള്ളാ, നല്ല ബുദ്ധിയും വിവരവും വിവേകവുമുള്ള മക്കളായിട്ടാണ് അവർ വളർന്നു വരുന്നത്. ഇവർ മക്കളെ വളർത്തുന്ന രീതിയൊക്കെ കറക്റ്റ് ആട്ടോ. ഷെയർ ചെയ്യണമെന്നുള്ള മെന്റാലിറ്റിയിലൊക്കെ തന്നെയാണ് ഇവർ വളർത്തുന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം പറയുമ്പോൾ തന്നെ അവർ നന്നായി മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. പിന്നെ അവരുടെ ആ ഡിസിപ്ലിൻ അത് അത്രയ്ക്കും നല്ലതാണ്. അപ്പം മക്കളെ മനഃപൂർവ്വമായിട്ട് പെടുത്തി എന്നൊരു കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഷാജിദ പറയുന്ന മറ്റു കുറച്ച് കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം കേട്ടോ. സീരിയസ് അലിഗേഷൻസ് ഒക്കെ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് കേൾക്കാം. ഭാവി എനിക്ക് കിട്ടണം. എന്റെ മോന് 6ാം ക്ലാസ് വരെ ഫുൾ A+. 3 കൊല്ലാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്. ഈ 3 കൊല്ലം ഇവന്റെ മാർക്ക് എത്തിക്കാണിത്. പെണ്ണുങ്ങളും വാട്സപ്പിൽ മെസ്സേജ്, ചാറ്റിങ്, ലവ്, ഇവർക്ക് ഇതൊക്കെയാണ് ഇവിടെ. ഇതാണ് ഇവർ പറയുന്ന മറ്റൊരു അലിഗേഷൻ. അവിടെ പഠിക്കുന്ന പെൺകുട്ടികളും ഈ ചെറുക്കന്മാരും തമ്മിൽ, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന ആൺകുട്ടികളും തമ്മിൽ പ്രേമം, ലവ്, ചാറ്റിങ്, ഇതൊക്കെ ഈ ഒരു പ്രായത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ബട്ട് ഒരു കൺട്രോളബിൾ ആയിരിക്കണം. ഈ സമയത്ത് ഇത്തരത്തിലൊരു അട്രാക്ഷൻ തോന്നിയില്ലെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു സംശയം വരുന്നത്. അത് പക്ഷേ ഞാൻ പറയാം നല്ല കാര്യങ്ങൾ പറയാം. ഇതാണ് ഇവിടെ നടക്കുന്നത്, സെക്ഷൽ ഹരാസ്മെന്റ്. ഈ ഉബൈദുള്ള പറയുന്ന ഈ ഒരു പ്രിൻസിപ്പാൾ സെക്ഷൽ ആയിട്ട് എന്റെ മക്കളെ ഹരാസ്മെന്റ് ചെയ്യും. 12 മണിക്ക് ശേഷം റൂമിൽ വിളിച്ചെത്തി വേറുള്ള കാര്യങ്ങൾ ചെയ്യാം. അവൻ ഇവിടെ നിലമ്പൂരുള്ളതാണ് ഉബൈദുള്ള. 30 വർഷം അവന്റെ സ്ഥാപനത്തിൽ നിന്നിട്ട് വന്നാണ്. 2 പെൺകുട്ടികളുടെ ഉപ്പയാണ്. പേരക്കുട്ടികൾ 70 വയസ്സായവനാണ് സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്യുന്ന കുട്ടികളെ. അതുപോലെ തന്നെ എന്റെ കുട്ടികളെ തല്ല, ട്രൗസർ അയച്ചിട്ട് തല്ല, വേറുള്ള ചെയ്യാൻ. മറ്റു മക്കളുടെ മുന്നിൽ മാനം കെടുത്ത എന്തിനിങ്ങനെ ചെയ്യണം? ഞാൻ എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് എല്ലാം ഇവിടെ കൊണ്ടു വിട്ട്. ഇവിടെ കുട്ടികള് ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ട് കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ മക്കളെ ഇവിടെ സേഫ്റ്റി ആയിട്ട് കൊടുക്കുന്നതാണ്. എന്റെ ഇതിനകത്ത് ഇവർ പറയുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ അവിടുത്തെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ഇവരെ സെക്ഷലി ഹറാസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പിള്ളേരുടെ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് ട്രൗസർ ഊരുന്നു, അടിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ ഇവർ ഈ മക്കളോട് ചോദിക്കുന്നുണ്ട്. മക്കൾ പറയുന്നത് ഞങ്ങൾക്ക് മാർക്ക് എടുക്കാത്ത ഞങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണെന്ന്. പക്ഷേ ഇവർ പറയുന്നത് മറ്റു പല കാരണങ്ങളാണ്. ഇതിലാര് പറയുന്നത് ശരിയെന്ന് നമുക്കറിയത്തില്ല. മക്കളുടെ ഭാഗത്ത് കുറേ തെറ്റുകളുണ്ട്. അതൊക്കെ ഈ പ്രായത്തിൽ സംഭവിക്കുന്നതാണ്. അതവരെ പറഞ്ഞു തിരുത്തുക എന്നുള്ളതിലുപരി സമൂഹത്തിന്റെ മുൻപിലേക്ക് അവരെ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഷാഹിദ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പ്രിൻസിപ്പളിനെ കുറിച്ച് മറ്റു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അയാൾ ആദ്യം നമുക്ക് കേട്ടിട്ട് പറയാം. അന്ന് ഇവര് നിസാരായിട്ട് ഊരി വന്നാണ് അവൻ. ആ പറയുന്ന അവൻ ഒരു കുട്ടിനെ കൊന്നിട്ട് നിസാരായിട്ട് ഊരി വന്നതാണ്. ഇവിടെ ഇങ്ങനത്തെ ഫ്രോഡ് തരാണ് നടക്കുന്നത്. ഫ്രോഡുകളാണ്. എനിക്കിതിനുള്ള ഒരു ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ. എന്റെ മക്കളുടെ ഭാവിയാണ് ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പോവില്ല. എനിക്കിതിനുള്ള മറുപടി ഇവർ തരുന്നു. എന്റെ കുട്ടികളുടെ ഭാവി
അതായത് ഒരു കുട്ടിയുടെ മരണത്തിന് കാരണമായ ഒരാൾ സാമ്പത്തിക ബലം കൊണ്ട് മാത്രം പുറത്തിറങ്ങി വന്നു. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. 2 മണിക്കൂറോളം ഉള്ള ഒരു ലൈവാണത്. എന്നിട്ട് പുള്ളിക്കാരൻ പുഷ്പം പോലെ ഇറങ്ങി വന്നു, സാമ്പത്തിക പിടിപാടുണ്ടോ, നിലമ്പൂരിൽ നിന്ന് വന്നതാണ്. ഇതിന് ആ പ്രിൻസിപ്പിൾ വരുന്നതിന് മുമ്പ് വരെ ഇവിടെ നല്ല രീതിയിലായിരുന്നു. അയാൾ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്തരത്തിലുള്ള വിഭജനം നടന്നിട്ടുള്ളത്, പാർഷ്യാലിറ്റിയും കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുള്ളത്. പെൺകുട്ടികളെ മോശമായിട്ട് ഉപയോഗിക്കുന്നു, ആൺകുട്ടികളെ മോശമായിട്ട് ഉപയോഗിക്കുന്നു, പ്രിൻസിപ്പളിന്റെ റൂമിൽ സ്ഥിരം വയ്ക്കുന്നു, ഉമ്മ വെക്കുന്നു, എന്തൊക്കെയോ കുറെ കഥയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നുമില്ല ഇതിനകത്ത് മെയിൻ സംഭവത്തിലേക്ക് നമുക്ക് വരാം. എങ്ങനെ ചേർത്ത് ചാച്ചോ ഈ മാർക്ക് ലിസ്റ്റ് കൊണ്ട് എങ്ങനെ നിന്ന് ചേർത്തു? എല്ലാ ചാച്ചോ ഗവൺമെന്റ് സ്കൂള് നിനക്ക് ഇങ്ങനെയാണ് 6ാം ക്ലാസ് വരെ മാർക്ക് കിട്ടിയിരിക്കുന്നത്. നീ പറയടാ, ഇപ്പൊ ഉള്ള കാലം മുതലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെയാണ് മാർക്ക് ഉണ്ടായിരുന്നത്? ഇങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ആണോ? എന്തേ പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും? പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും? നീ 10ാം ക്ലാസ്സിൽ 78% നിനക്ക് മാർക്കുള്ളൂ. എന്തുകൊണ്ടാണ്? ഇവിടെ എന്താ പഠിപ്പി? ഇവിടെ എന്താ ഈ ഉസ്താദ്മാർ ചെയ്യുന്നത്? എന്താ? അതായത് അവരുടെ മക്കള് പെൺകുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്തു, അവർ ഇച്ചിരി ക്ലോസ് ആയിട്ടൊക്കെ ചാറ്റ് ചെയ്തു. അതിന് ഈ പറയുന്ന സ്കൂൾ എങ്ങനെയാണ് പൂർണ്ണ ഉത്തരവാദിത്തം പങ്കുവഹിക്കാൻ പറ്റുക? നമ്മൾ മക്കളെ പറഞ്ഞ് തിരുത്തുക എന്നുള്ള കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മക്കളെ അവിടുന്ന് മാറ്റുക. മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ പഠിക്കാത്തൊരു കാരണം കൂടെ അതിനകത്തുണ്ട്. അല്ലാതെ അവർ മനഃപൂർവ്വം കുറച്ചു എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവര് അവകാശപ്പെടുന്നത് ഈ സ്കൂളുകാർ ഇവരെ പ്രേമിക്കാൻ പ്രോത്സാഹിപ്പിച്ചു, അല്ലെങ്കിൽ അവര് ഇങ്ങനെ യൂസ് ചെയ്തു എന്നൊക്കെയാണ്. ഈ സെക്ഷൽ ഹറാസ്മെന്റ് ഈ അധ്യാപകർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമപരമായിട്ടുള്ള നടപടി എടുക്കണം. ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി എന്ന് പറയുന്നുണ്ട്. 6 മണി തൊട്ട് രാത്രി വരെ ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞ് കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇവർ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. പിള്ളേരുടെ ഭാവി പോയി എന്നൊരു കാരണത്താലാണ് അവിടെ പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മാതാവിന് തൻ്റെ മക്കളുടെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ, മക്കൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇവരെ കാണുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. 2500 പേരോളം അല്ലെങ്കിൽ 1900 ആളുകളോളം ഇവരുടെ ലൈവിൽ ഒരേ അറ്റ് ടൈം കണ്ടിരിപ്പുണ്ടായിരുന്നു. ആ ആളുകളുടെ മുമ്പിലെല്ലാം ഈ സ്ഥാപനത്തിനെ അടിച്ചാക്ഷേപിക്കുമ്പോൾ ആ സ്ഥാപനം നിങ്ങൾക്കെതിരെ നിൽക്കത്തേ ഉള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. നമുക്ക് ആ സ്ഥാപനത്തിനെ എതിർക്കാം, നമ്മളുടെ മക്കളുടെ ഭാവി അത് സേഫായിട്ട് വേണ്ട നമുക്കത് ചെയ്യാൻ. അവിടെ ഇല്ലാത്ത കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി കോൺടാക്ട് സർട്ടിഫിക്കറ്റിൽ ഇനി അവരെന്ത് എഴുതി തരുമെന്നറിയില്ല, ഇതെന്തൊക്കെയാ അവർ ചെയ്യുന്നതെന്നറിയില്ല. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഇവരുടെ മക്കളുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ അതിന് മക്കളുടെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞാൽ മക്കൾ ചില പെൺകുട്ടികളോട്ട് പ്രേമിച്ച് അവരോട് ചാറ്റ് ചെയ്തു, ഇത് ഇവർ പൊക്കി. ഇതാണ് സംഭവം. ഇത് എല്ലാ പിള്ളേരുടെ ഇടയിലും സംഭവിക്കുന്നതാണ്. അത് നമ്മൾ എന്ത് മാതൃക നമ്മൾ കൊടുക്കുന്നു എന്നൊരു കാര്യം കൂടെ നമ്മൾ നോക്കണം. അതിലൊക്കെ നമുക്ക് വരാം. പറ നിങ്ങളുടെ കാര്യം വിട്. വേറെ കുട്ടി ഐമൻ പറഞ്ഞ കുട്ടീനെ എന്താ ചെയ്തത്? അവർ പറയുന്നത് കേട്ടോ, ഞങ്ങൾ പഠിക്കുന്നില്ല എന്നാ പിള്ളേർ പറയുന്നു. നിങ്ങളുടെ കാര്യം വിട്, ഹൈമാൻ്റെ കുട്ടിയുടെ കാര്യം പറ. അതിനുശേഷം ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവർ കുറച്ച് വോയിസ് മെസ്സേജുകൾ എടുത്ത് പുറത്തിടുന്നുണ്ട്. മറ്റ് ആൾക്കാരൊക്കെ പേരൻസ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ എടുത്ത് പുറത്തിടുന്നുണ്ട്. അപ്പം മറ്റൊരാളെ എന്തിനാണ് ഇതിനകത്തേക്ക് വലിച്ചിട്ടെന്ന് അറിയത്തില്ല. അതോടൊപ്പം തന്നെ ഇവർ പറയുന്നുണ്ട് എൻ്റെ മക്കൾ തെറ്റി. അത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് അന്നേരം പറയാം. ഇത് ബാക്കി പറ. എന്താ എത്ര ആൾക്കാർ വിളിച്ചിട്ട് ഗ്രൗണ്ടിൽ ഫുൾ ഗ്രൗണ്ടിൽ റൂമിൽ വെച്ച് തല്ലി. ആരൊക്കെ? നിങ്ങളൊക്കെ കണ്ട? എല്ലാരും കണ്ട? പിന്നെ ആരൊക്കെ ഉണ്ട്? വേറെ ആരൊക്കെ ഉണ്ട്? ഐമൻ എനിക്ക് മെസ്സേജ് അയച്ചാ ഉമ്മാനെ അടുത്ത് പറയാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാ. എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം? സഫ്വാൻ പറഞ്ഞ കുട്ടി എങ്ങനെയാണ് പ്രിൻസിപ്പാളിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്? 12:30 1 മണി ഇറങ്ങിയത് ശരി തന്നെയാണ്. അവ എപ്പോഴും അവിടെ തന്നെയാണ്, ഏത് സമയം അവിടെ തന്നെയാണ്. ഇത് ഇവരുടെ മക്കളുടെ കാര്യമല്ല, മറ്റു മക്കളെ എല്ലാം വലിച്ചതിനകത്തിട്ട് കാണാം. അവരുടെ പേര്, ഇന്ന ആൾക്ക് എന്ത് പറ്റി, അന്നാൾക്ക് എന്ത് പറ്റി, ഇന്ന ആളെന്നെ വിളിച്ചു. സ്വന്തം കാര്യം പ്രശ്നമാക്കുന്നത് പോരാഞ്ഞിട്ട് മറ്റെല്ലാവരെയും കുളവാക്കുകയാണ്. ആ കുട്ടിക്ക് ആ മാതാപിതാക്കളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ സംസാരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കൂ. സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതെല്ലാം കൂടി ഇടുകയാണോ വേണ്ടത്? അവരുടെ ഫ്യൂച്ചർ എന്താണ്? ഇത് മറ്റ് പല കുട്ടികളുടെ മാതാപിതാക്കൾ സംസാരിക്കുന്ന വോയിസ് ഇവർ കേൾപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല. അവരുടെ ഒരു പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. അതൊന്നും ഞാൻ കേണിക്കുന്നില്ല. അത് മാത്രമല്ല, ഇവരിനി ഈ മക്കളുടെ സൈഡിൽ നിന്ന് വന്ന തെറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാം. സംസാരിക്കും. മാനേജർക്കും എന്നെ അനാവശ്യം പറയാൻ ഒന്നുമില്ല. അതിന് മുന്നേ ഈ പെൺകുട്ടികളായിട്ട് ഇവർക്ക് ചാറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവര് മാസത്തില് ഇല്ലേ ഉണ്ടല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഇവിടുത്തെ പെൺകുട്ടികൾ മക്കളാണ് എത്തിങ്ങാനയിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ പേരോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അവരുടെ ലൈഫാണ്. 8ലും 9ലും പഠിക്കുന്ന മക്കളാണ്. ഞങ്ങൾക്കൊക്കെ പ്രേമം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ലൈഫ് അങ്ങനെ ഇല്ലാണ്ടാവുക, എന്താ പറയുക, ആ കുട്ടികളുടെ ലൈഫ് ഞാൻ ഇല്ലാണ്ടാക്കുക. കാരണം എന്റെ തെറ്റ് എന്റെ മക്കളുടെയും ഭാഗത്തും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ആ കുട്ടികളെ പറയുന്നില്ല. തെറ്റ് എൻ്റെ മക്കളുടെ ഭാഗത്തുകൂടി ഉള്ളത് കൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല. അത് കൊള്ളാം കേട്ടോ. അത് നല്ല തീരുമാനം. അത് നിങ്ങൾ അവരുടെ പേരും കൂടെ പറ. ഇത്ര ആയപ്പോൾ അതും കൂടെ ചെയ്യാമല്ലോ. ഇപ്പം നിങ്ങളുടെ മക്കളുടെ മുഖമെന്ന് പറയുന്നത് നിങ്ങൾ തന്നെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾക്കൊരു പ്രണയമുണ്ടായി, ആ കുട്ടികൾ അവിടുത്തെ ചില പെൺകുട്ടികളായിട്ട് സംസാരിച്ചു. അത് നിസ്സാരമായിട്ട് തീർക്കേണ്ട ഒരു വിഷയത്തിനെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് ലക്ഷങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്ത് ആ പിള്ളേരുടെ ഒരു ഇമേജും കൂടെ വലിച്ചു കീറുന്ന സാധനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രേമമില്ലാത്ത ആരാ ഉള്ളത്?
ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പഠിക്കുന്നത്. ചുരുക്കം ചിലർ കാണുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെ ഇങ്ങനെയാണോ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇനി അത് പോട്ട്, ഈ പിള്ളേർക്ക് പ്രേമം ഉണ്ടായി, ഈ പിള്ളേർ ഈ പെൺകുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്തു. നമ്മൾ എന്ത് മാതൃകയാണ് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത്? ഷറഫ് അലി, മെഹറൂഫ്, സജീർ, കജീർ, ഹുസൈർ, എന്തൊക്കെയാണ് നമ്മൾ കാട്ടിക്കൂട്ടിയത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളുകൾ കൊണ്ട്. നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മാതൃകയിലൂടെ മാത്രമേ ഈ കുട്ടികൾ പോകത്തുള്ളൂ. നിങ്ങളിരുന്ന് പിള്ളേരെ അടുത്തിരുത്തിക്കൊണ്ടല്ലേ ഈ ലൈവെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് റഹൂഫ് മേടിച്ചു തന്ന ഇതാണ് അതാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പോൾ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു ബനാന ടോക്ക് ഉണ്ടല്ലോ, ചാടിക്കഴിഞ്ഞാൽ മണ്ടക്കൂടെ പിള്ളേർ ചാടും. അതാണ് സംഭവം. അത് നമ്മൾ ഓർത്തിരിക്കുക. ആ കുട്ടികളുടെ ഡീറ്റെയിൽ കൊടുക്കണില്ല. എന്നിട്ട് ഞാൻ ഉസ്താദിന്റെ അടുത്ത് വെക്കേഷൻ കഴിഞ്ഞ്, പെരുന്നാൾ കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദെ ഇതേപോലെ എത്തിങ്ങാന പെൺകുട്ടികൾ ഇതേപോലെ ചെക്കന്മാർക്ക് മെസ്സേജ് അയക്കണം. വെറുതെ അല്ല എൻ്റെ മക്കൾക്ക് മാർക്ക് കുറഞ്ഞിരിക്കുന്നത്. ഷിബുട്ടിക്ക് 10ാം ക്ലാസ് ആണ്. ഇവിടെ എന്താ നടക്കുന്നത്? അവരുടെ ഉമ്മാന്റെ ഫോണിൽ നിന്ന് ചാറ്റിങ്, അതും നല്ല രീതിയിലുള്ള ചാറ്റിങ് അല്ല കേട്ടോ. ആരേത് പറയുന്നതെന്നുള്ളതാ. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടുന്ന് പെൺകുട്ടികൾ നമുക്ക് മെസ്സേജ് അയക്കുന്നു, നമ്മുടെ മക്കൾക്ക് മെസ്സേജ് അയക്കുന്നു. നമ്മുടെ മക്കൾ ഇതിങ്ങനെ നോക്കിയിട്ട് ശരി മെസ്സേജ് അയച്ചു, ഇനി ഞാൻ പഠിക്കുന്നില്ല. അല്ലല്ലോ, തിരിച്ച് അങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടില്ലേ? ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ ഉപദേശിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ എന്ത് വന്നാലും യൂട്യൂബിൽ അമ്മയുടെ ഷെഡ് ഡാൻസ് വരും, മോൻ്റെ ഡാൻസ് വരും. ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് നിങ്ങൾ പറയാ. ഇവർ പറഞ്ഞു ഫ്രണ്ട്ഷിപ്പ് ആണ്. പക്ഷെ ഫ്രണ്ട്ഷിപ്പിന്റെ എന്റെ മൂത്ത മോന് +1 പഠിക്കാൻ പോണ. ഇപ്പൊ അവൻ ഷിബില് വീട്ടിൽ വന്ന കുട്ടികൾക്ക് മുണ്ടേ ഇല്ല. എന്റെ ഷാരിക്ക് മോനെ റീൽസ് കാണുന്നവര് മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒത്തി പറഞ്ഞു, അപ്പൊ അവര് മാറ്റും. അപ്പൊ അവര് അപ്പൊ തന്നെ ഡിലീറ്റ്. ഞാൻ എന്നിട്ട് ഇവനോട് ഒരു പ്രാവശ്യം വാണി ചെയ്താ എന്താ എപ്പോഴാണ് വാണി ചെയ്തത്? കുറെ പറഞ്ഞ കഴിഞ്ഞ ആ പെൺകുട്ടീനെ എന്നെ ഇഷ്ടമാണെങ്കിൽ നിന്റെ ജോലി കഴിഞ്ഞ് നീ പഠിച്ച് ഉപ്പ ഇല്ല ഉമ്മയാണ് വളർത്തുന്നത്. നിങ്ങളുടെ എത്തിങ്ങാനെന്ന് അതിന് മാത്രം ആനുകൂല്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടണില്ല. നിങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ കൊണ്ടു വിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പഠിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ പെൺകുട്ടികളാണ് കേട്ടോ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണേ. നിങ്ങൾ ആലോചിക്കണേ, ഈ പെൺകുട്ടികളാണ് ഇവർക്ക് ഉമ്മാന്റെ ഫോണിൽ നിന്ന് വീട്ടിലെത്തി ഇൻസ്റ്റഗ്രാം ഇതാ. ഇത് മറ്റേ സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിക്കാൻ പറ്റാത്തതിന് ഗ്രൗണ്ടിന്റെ കുറ്റം എന്ന് പറഞ്ഞിട്ടാണ് പെൺകുട്ടികളെ ഇപ്പൊ കുറ്റം. അവര് ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടാ. നമ്മുടെ മക്കൾ ഒന്നും ചെയ്തിട്ടില്ല. അത് എല്ലാ അമ്മമാർക്കും തൻ്റെ കുഞ്ഞ് പൊൻകുഞ്ഞാണ്, തൻ കുഞ്ഞ് പൊൻകുഞ്ഞൊക്കെ തന്നെയാണ്. അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇതിനെ, ഈ വിഷയത്തിനെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു രീതി ഇതല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ മക്കളെയും കൂടി കോൺട്രവേഴ്സിയിലോട്ടൊക്കെ പിടിച്ച് വലിച്ചിടാതിരിക്കാൻ ശ്രമിക്കുക. ഇത് ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എനിക്ക് അതിയായ വിഷമമുണ്ട്. ഈ മക്കളെ എല്ലാം കൂടെ പിടിച്ച് ഇതിനകത്തോട്ടൊക്കെ വലിച്ചിട്ടതിനകത്ത് നിങ്ങളോ കോൺട്രവേഴ്സി ഉണ്ടാക്കി മൊത്തം നശിപ്പിച്ച് നാറാണക്കല്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പിള്ളേരുടെ ഫ്യൂച്ചറോടെ കളയാതിരിക്കുക. കുറച്ച് തലച്ചോറുണ്ടെങ്കിൽ ഉപയോഗിച്ച് അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തുക. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്താൻ പറ്റിയ വീഡിയോ ആയിട്ടാണ് വരെ.